ഹലോ, അപ്പോൾ നമ്മൾ ഇന്നൊരു കുട്ടി വ്ളോഗായിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. നമ്മൾക്ക് ആലുവയിൽ ആ ഒരു ശിവരാത്രി മണപ്പുറത്തിൻ്റെ ആ ഒരു അമ്പലമില്ലേ, ആ അമ്പലം കേട്ടോ ഇത്. അപ്പോൾ ഇവിടെ വെച്ചിട്ടാണ് കല്യാണം. അപ്പോൾ നമ്മൾ അതിൻ്റെ സംഭവങ്ങളൊക്കെയാണ് ഈ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഞാൻ ആദ്യമായിട്ടാണ് ഇവിടേക്ക് വരണത്. അപ്പോൾ അവിടെ അമ്പലത്തിൻ്റെ ഉള്ളിൽ സംഭവങ്ങളും താലികെട്ടും ചടങ്ങുകളും എല്ലാം നടന്നുകൊണ്ടിരിക്കുവാണ്. അതിൻ്റെ ഇടയ്ക്ക് എല്ലാവരും ഫോണും അതും ഇതൊക്കെ പിടിച്ചിട്ട് അങ്ങനെ ഇങ്ങനെ ബഹളമാണ്. അപ്പോൾ നമുക്ക് അവരുടെ വീട്ടുകാരും ആൾക്കാരെല്ലാവരും കൂടെ ആ ചുറ്റുവട്ടത്ത് അങ്ങനെ നിൽക്കണതുകൊണ്ട് അങ്ങനെ അടുത്ത് പോയിട്ട് നമ്മൾക്ക് സംഭവങ്ങളൊന്നും ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റിയില്ല. അപ്പോൾ അങ്ങനെ അവിടെ താലികെട്ടും അതും ഇതും എല്ലാം സംഭവങ്ങളും നടക്കുവാണ്. പിന്നെ ആ ഒരു എന്താ പറയുക, പുഴേൻ്റെ അവിടെയൊക്കെ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ നമ്മൾ ഇത് തുടങ്ങിക്കഴിഞ്ഞപ്പം പിന്നെ വേഗം തിരിച്ച് ഓഡിറ്റോറിയത്തിലോട്ടൊക്കെ പോയി. അപ്പോൾ അങ്ങനെ സമയം കിട്ടാത്തതുകൊണ്ട് അവിടെ ഒന്നും കാണിക്കാൻ പറ്റിയില്ല. അപ്പോൾ അവിടെ വീഡിയോ കോളിലൊക്കെ സംഭവങ്ങൾ ലൈവായിട്ട് കാണിച്ചു കൊടുക്കുന്നതാണ്. ആ കൈ എൻ്റെ കെട്ടിയോൻ്റെയാണ് കേട്ടോ കാണുന്നത്. അപ്പോൾ എനിക്ക് അതുകൊണ്ട് അവിടുത്തെ ഒന്നും എടുക്കാൻ പറ്റിയില്ല. അവിടെ നല്ല രസമുണ്ട് കാണാനായിട്ട്. ഇപ്പം ഇവിടെയുള്ള കുറേ ആൾക്കാരൊക്കെ അവിടെ പോയിട്ടുണ്ടാവും. ഞാനവിടെ ആദ്യമായിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവിടുത്തെ അങ്ങനത്തെ സംഭവങ്ങളാണ് ഇപ്പം നടക്കണേ. താലികെട്ട് കഴിഞ്ഞു എന്ന് തോന്നണം. എനിക്ക് പിന്നെ പൊക്കമില്ലാത്തതുകൊണ്ട് ഇതൊന്നും എനിക്ക് കാണാൻ പറ്റിയില്ല. ഞാൻ ഈ വീഡിയോയിൽ ഇങ്ങനെ എടുക്കുമ്പോഴാണ് ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് ഒരു പൊക്കമുള്ള ഒരു മനുഷ്യനാണ് ഇതെല്ലാം എടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പം അങ്ങനെ താലികെട്ടിൽ താലി കൊടുക്കുന്നതാണെന്ന് തോന്നുന്നു കേട്ടോ. അപ്പം അങ്ങനെ അതിൻ്റെ ചടങ്ങുകളാണ് ഈ കടന്നുകൊണ്ടിരിക്കുന്നത്. അലക്സ് നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറഞ്ഞു പറയൂ. ഗായ്സ് ഒരു റീൽസ് പോയിക്കൊണ്ടിരിക്കുകയാണ് ഗായ്സ്. He's from UK. She's from UK. She's from Canada. I am from Pudyanam. അഞ്ച് മാസം അയ്യോ വയറല്ലേ. അപ്പോൾ അവിടെ കെട്ടും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഇങ്ങനെ വീഡിയോ കോളിലൊക്കെ ചെയ്തുകൊണ്ട് ഇങ്ങനെ ഓരോ അലമ്പത്തരങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് നിങ്ങളീ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവർക്ക് രണ്ടുപേർക്കും സെയിം കളർ ഷർട്ടാണ്. അതൊക്കെ തയ്പ്പിച്ച് മുണ്ടൊക്കെ കൊടുത്ത് കുട്ടപ്പനായിട്ടൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങനത്തെ കുറച്ച് സംഭവങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അടുത്ത വീഡിയോ കാണണം. അതിൽ നിങ്ങളെയൊക്കെ കാണിക്കുന്നതായിരിക്കും. നിങ്ങൾ എല്ലാവരും ആ വീഡിയോയിൽ ഉണ്ടാവണം. എല്ലാവരും വീഡിയോക്ക് സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് അല്ല, അതോട് പറഞ്ഞേ ഞാൻ പോയിട്ട് നോക്കടാ. 11 മണി ആയിട്ടില്ല, ഒരു മണിക്കൂറിൽ. അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ ബുദ്ധിമാനായിട്ടുള്ള കിട്ടിയൻ വണ്ടി ലോക്ക് ചെയ്യാണ്ട് കീ അതിൻ്റെ ഉള്ളിൽ തന്നെ വെച്ചുകൊണ്ട് പോന്നേക്കുമായിരുന്നു. എന്നിട്ട് പിന്നെ അതെടുക്കാൻ വേണ്ടിയിട്ട് അതോടി. അപ്പോൾ ഇതാണ് കേട്ടോ അമ്പലം. അമ്പലത്തിൻ്റെ സംഭവങ്ങളൊക്കെയാണ്. ഒരുപാട് തിരക്കും കാര്യങ്ങളൊക്കെ മറ്റേ ബലിയിടാനും അങ്ങനെയൊക്കെ ആൾക്കാർ വരുന്ന ഭയങ്കര പ്രസിദ്ധമായിട്ടുള്ള ഒരു അമ്പലമാണ്. അപ്പോൾ അവിടുത്തെ ആ ഒരു പുഴയും സംഭവങ്ങളൊക്കെ ഭയങ്കര സൂപ്പറാണ്. എല്ലാവരും ബിന്ദയുടെ ഇതെങ്ങനെ വരാൻ പോണെന്ന് അറിയാമോ? കെട്ടിയോന്റെ കൂട്ടുകാരന്റെ കല്യാണത്തിന്റെ ഒരു ദിവസം അങ്ങനെ മറ്റേ ഇത് വരാൻ പോണത്. തമ്പനയില് ചേട്ടന്റെ പടം കൊടുക്കട്ടെ. തമ്പനയില് എന്റെ പടം വെച്ചിട്ടാ, എന്റെ പടം വെച്ച് തമ്പനയില് തമ്പനയിലല്ല തമ്പനയില്. എന്റെ പൊന്നെ, ഇതിനെയാണല്ലോ അവള് കാനഡയ്ക്ക് ഉണ്ടാവാൻ പോണേ. എന്നെയാ ബിന്ദ പറയണേ എന്നെ നീ കാനഡയ്ക്ക് കൊണ്ടുപോകാൻ പോണേന്ന്. ഏതാണ്ട് മറ്റേ നമ്മള് പാഴ്സൽ മിച്ചർ അച്ചാറൊക്കെ കൊണ്ടുപോകില്ല, അതുപോലെ എന്നോട് ബെൻചേട്ടൻ ഇന്നലെ പറഞ്ഞു. പിന്നെ ഇത് ഓഡിറ്റോറിയത്തിലാണ് കേട്ടോ. അവിടെ നമ്മൾ ചെണ്ടമേളത്തിൻ്റെ ഒക്കെ ഞാൻ വോയിസ് ഇട്ടിട്ട് ആദ്യം വീഡിയോ അപ്ലോഡ് ചെയ്തു. അത് കോപ്പിറൈറ്റ് അടിച്ചതുകൊണ്ട് ഞാനത് ഡിലീറ്റ് ചെയ്തിട്ട് പിന്നെ അപ്ലോഡ് ചെയ്യാണ്. പിന്നെ അമ്പലത്തിൽ എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പം തൊട്ടടുത്ത് തന്നെ ഒരു ഓഡിറ്റോറിയത്തിലായിരുന്നു. അപ്പം അവിടുത്തെ മാലയിടലും അങ്ങനത്തെ കുറച്ച് ചടങ്ങുകളും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ ഞാൻ ഇത് മറന്നുപോയി ഇതിൻ്റെ ബാക്കി വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ വൈകുന്നേരം നമ്മൾക്ക് റിസപ്ഷനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതും ഞാൻ അതിൽ റിസപ്ഷന് നമ്മളൊരു ഡാൻസ് കളിക്കണ്ടായിരുന്നു. അതിൻ്റെ ഒരു വെപ്രാളത്തിലും ടെൻഷനിലും ഒക്കെ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മറന്നുപോയി. അപ്പോൾ ഇത് മറ്റേ എന്താ പറയുക, അവിടുത്തെ കുറച്ച് പിന്നെ അവർക്ക് മധുരം കൊടുക്കുന്ന മറ്റേ എന്താണ് പാലാണെന്ന് തോന്നണം.
അപ്പോൾ അതിൻ്റെ കുറച്ച് ചടങ്ങുകളും സംഭവങ്ങളൊക്കെയാണ്. പിന്നെ അതെല്ലാം കൂടെ കഴിഞ്ഞു നമ്മൾ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ടൊക്കെ കയറിയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ സദ്യ കഴിക്കാനിരുന്നു. ഞാൻ 2:30 ആയപ്പോഴാണ് ഇരുന്നത്. അതുകൊണ്ട് എനിക്ക് വിശന്ന് അണ്ടം കത്തിയിരിക്കുകയായിരുന്നു. അതുകൊണ്ട് ഫുൾ വീഡിയോ എടുക്കാനായിട്ടുള്ള ഒരു സംഭവമൊന്നും എനിക്ക് ഉണ്ടായിരുന്നില്ല, ക്ഷമയുണ്ടായിരുന്നില്ല. അപ്പോൾ ഫുഡൊക്കെ കഴിച്ചു ഞങ്ങൾ വീട്ടിൽ പോയി. അത്രയേ ഉള്ളൂ. ടാറ്റാ.